ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ്. ഇന്ന് ഒന്ന് നോക്കി ബോർഡിലേക്ക് നോക്കി എന്തായത് പി എച്ച് വാല്യൂ. അത്യാവശ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു മേഖല തന്നെയാണ് പി എച്ച് വാല്യൂ. യെസ്, ആമാശയത്തിൻ്റെ പി എച്ച് വാല്യൂ അതിൽ ലിക്വിഡ് ഉണ്ടല്ലോ അല്ലേ, പി എച്ച് വാല്യൂ. അപ്പോൾ പി എച്ച് വാല്യൂ ഇപ്പോൾ 7 വരെ എന്തായിരിക്കും? 7 വരെ അസിഡിക് ആയിരിക്കും അല്ലേ, 7 വരെ അതിലങ്ങോട്ട് ബാക്കിയുള്ളവർക്ക് ബേസ് ക്യാരക്ടർ കാണിക്കുന്നത്. ആമാശയം 1.6 to 1.8, 1.6 to 1.8. എന്താ പിള്ളേർ ഇങ്ങനെ ഇരിക്കുന്നേ? ആവേശത്തോടെ കയറി വായെന്ന്. യെസ്, ഓക്കെ. നമ്മൾ ക്ലാസ്സിനിരിക്കുമ്പോൾ അയ്യോ ഇതെന്തുവാ ഈ ടോപ്പിക് എന്നൊന്നും ചിന്തിക്കണ്ട. നമ്മളിനി എഴുതാൻ പോകുന്ന പരീക്ഷ ഏതാണെന്നൊന്നും ആലോചിച്ച് നോക്കുക. പ്രിലിംസ് ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള റീഡിങ്, എല്ലാത്തിനെ പറ്റിയുള്ളൊരു അറിവ് നമുക്ക് ആവശ്യമാണ്. വേണ്ടേ കുഞ്ഞുങ്ങളെ? വേണം. അപ്പോൾ പ്രിലിംസ് എഴുതി എല്ലാത്തിനും നമുക്ക് ക്ലിയർ ആണ്. ആ പ്രിലിംസ് എല്ലാം അയ്യോ എനിക്ക് അത് കിട്ടി ഇത് കിട്ടിയില്ല, ഒന്നുകൂടെ പഠിച്ചിരുന്നെങ്കിൽ ക്ലിയർ ആകുമായിരുന്നു, അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ളൊരു സമയം കൊടുക്കരുത്. സൂപ്പറായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് പറ്റുവടാ, നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാണ് പറ്റുന്നത്? ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ചില പിള്ളേർ, ചില സ്റ്റുഡൻസൊക്കെ എന്നെ പേഴ്സണലി കോൾ ചെയ്യാറുണ്ട്. അവർ പറയും ടീച്ചർ ഒത്തിരി കാലമായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഇവിടെ സമയം ആയതേ ഉള്ളൂ, അതാ ഇതുവരെ സെറ്റാകാത്തത് വിട്ടേക്ക്. ഇനി സെറ്റാക്കാൻ പോകുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കും. കഴിഞ്ഞത് കഴിഞ്ഞില്ല, ഇസ് പാസ്റ്റ്. അതങ്ങ് കളഞ്ഞേക്കണം. ഇനി മുതൽ സൂപ്പറായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം, കിടിലമായിട്ട് പഠിക്കണം. പിന്നെ അടുത്ത വാക്ക് നിങ്ങൾ പറ, കിടുക്കാച്ചിയായിട്ട് പഠിക്കണം. ഓടി വാ മക്കളെ, കയറിപ്പോരെ, കൂടെ പിടിച്ചോ. യെസ്, പി എച്ച് വാല്യൂ. ആമാശയത്തിന് പി എച്ച് വാല്യൂ എത്ര? 1.6 to 1.8 ആണ്. 1.6 to 1.8 ആണ്. നാരങ്ങ വെള്ളം 2.4. ഇച്ചിരി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടിരുന്നു, ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെന്ന്. ആർക്കാ ക്ഷീണം? ടീച്ചറിനായിരിക്കും, ഇല്ലയോ? യെസ്. അപ്പം നാരങ്ങ വെള്ളം 2.4, 2.4. കോള 2.5. ഇതെല്ലാം അസിഡിക് നാച്ചുറൽ വരുന്നതാണ്. നാരങ്ങ വെള്ളം എന്ന് പറയുമ്പോൾ ഈ വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചിട്ടുണ്ട്. നാരങ്ങ നീരില്ലയോ? നാരങ്ങ പിഴിഞ്ഞ് കിട്ടുന്ന നീരില്ലേ, അതിൻ്റെ പറയുന്നത്. അല്ലാണ്ട് കുറേ വെള്ളം കൂടെ ചേർത്തിട്ട് അതിന് ഇത്രയും അസിഡിക് പവർ ഉണ്ടോ എന്ന് ചിന്തിക്കല്ലേ. ഓക്കെ, ആമാശയരസത്തിനകത്ത് എത്രയാണ് വരുന്നത്? 1.6 to 1.8. നാരങ്ങ വെള്ളം, നാരങ്ങ ആസിഡ് ഏതാ? നാരങ്ങ ആസിഡ് സിട്രിക് ആസിഡ് ആണ്. യെസ്. അപ്പോൾ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതല്ലേ നാരങ്ങയ്ക്കകത്ത്. രോഗപ്രതിരോധ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. ദെൻ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. കൃത്രിമമായി നിർമ്മിച്ചത് അല്ലെങ്കിൽ ലബോറട്ടറികൾ ആദ്യമായി നിർമ്മിച്ചത് ചോദിച്ചാൽ, മുറിവുണങ്ങാൻ സഹായിക്കുന്നത് ചോദിച്ചാൽ, അപ്പോൾ അതൊക്കെ ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ സി ആണ് അല്ലേ, അസ്കോർബിക് ആസിഡ്. യെസ്. അപ്പോൾ കോളയിൽ അടങ്ങിയിരിക്കുന്നത് 2.5 ആണ്. വിനാഗിരി 2.9. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ. വിനാഗിരി 2.9, വിനാഗിരി 2.9, 2. വിനെഗർ 2.9. മുന്തിരിയിൽ എന്താണ്? 3 മുതൽ 3.2, 3 to 3.2 ആണ് അതിൻ്റെ പി എച്ച് വാല്യൂ. 3.3 to 3.2, 3 മുതൽ 3.2 വരെ. അമ്ലമഴ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ 4 to 5.5. അമ്ലമഴ ആസിഡ് റെയിൻ ഇല്ലേടാ. അമ്ലമഴയെന്ന് കേട്ടപ്പോൾ അമ്പളങ്ങ പോലും ഇങ്ങനെ കണ്ണൊക്കെ തള്ളി ഇരിക്കണം. എന്തൊരു സംഭവമാണ് ആസിഡ് റെയിൻ ഇടോ? അമ്ലമഴ 4 to 5.5, 4 മുതൽ 5.5. തക്കാളി 4.2 മുതൽ 4.4 വരെ. തക്കാളി എന്താണ്? തക്കാളി 4.2, 4.4. ബിയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബിയർ 4.5, ബിയർ 4.5. കാപ്പി 5, 4.5, 5.5, 6 വരുന്നുണ്ട്. ബിയർ 4.5, കാപ്പി 5, ചായ 5.5. ബിയർ വേണോ ചായ? കാപ്പി വേണോ ചായ വേണോ? ബിയർ വേണോ കാപ്പി വേണോ? ചായ വേണോ? ബിയർ വേണോ കാപ്പി വേണോ? ചായ വേണോ? അതിൻ്റെ ഒരു ഓർഡർ പഠിച്ചു വെച്ചോളൂ. ഗുണം ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ. ബിയർ വേണോ കാപ്പി വേണോ? ചായ വേണോ? ബിയർ വേണോ കാപ്പി വേണോ? ചായ വേണോ? അത് കുറച്ച് ആസിഡിൻ്റെ പവർ കുറഞ്ഞു വരുന്നുണ്ട്. ബിയർ 4.5, കാപ്പി 5, ചായ 5.5. അപ്പോൾ പാല് ഇടയ്ക്ക് വരുന്നുണ്ട്, പാല് വരുന്നുണ്ട് 6.5 വരുന്നത്. ഓക്കെ, അപ്പോൾ ബിയർ കാപ്പി ചായ, ബിയർ വേണോ? വേണ്ടല്ലേ. അപ്പോൾ ഒരു കപ്പ് കാപ്പി ആയാലോ? അതും വേണ്ട, എന്നാൽ പിന്നെ ചായ കുടിക്കുക അല്ലേ. ചായ 5.5. മഴ 5.7. അപ്പോൾ എന്തൊട്ട് സംഭവം? ഇത് മഴയല്ലേ ഏറ്റവും നമുക്ക് ശുദ്ധമായ വെള്ളം എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ എങ്ങനെ അത്? ശുദ്ധജലത്തിൻ്റെ പി എച്ച് വാല്യൂ 7 ആണ്. ഇവിടെ മഴവെള്ളം എന്ന് പറയുന്നത് നമ്മളെന്താ, അന്തരീക്ഷത്തിലുള്ള പൊടി പടലങ്ങളൊക്കെ ചേർന്നിട്ടല്ലേ വരുന്നത്, താഴെ എത്തുന്നത്. അപ്പോഴല്ലേ മഴ വെള്ളം നമ്മൾ
നമ്മൾ കയ്യിൽ കിട്ടുക, അതെന്തായാലും നമ്മളെടുത്ത് കുടിക്കൂടാ, അത് ശുദ്ധമാണോ? അല്ല. അപ്പോൾ എന്താണ്? അതുകൊണ്ടാണ് മഴ 5.7 അതിൻ്റെ ഈ പൊടിവെള്ളങ്ങളും അവിടെയൊക്കെയുള്ള ഒരു കണ്ടന്റ് ഒക്കെ അതിനകത്ത് വരുന്നത് കൊണ്ടാണ് മഴവെള്ളത്തിൻ്റെത് 5.7. പിന്നെ മൂത്രം യൂറിൻ്റെത് എത്രയാണ്? 6 മൂത്രത്തിൻ്റെത് എത്രയാണ്? 6. അപ്പോൾ പാലാണെങ്കിലോ 6.5, പാല് 6.5, പാല് 6.5. പാലാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ബിയർ 4.5, കാപ്പി 5, ചായ 5.5, മഴ 5.7. മൂത്രം എത്രയാണ്? 6. മൂത്രം എത്രയാണെന്നല്ല, മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന pH വാല്യൂ എത്രയാണ്? 6 ആണ്. പാലാണെങ്കിൽ 6.5 ആണ്. പാല് 6.5 ആണ്. ഉമിനീരിൻ്റെ pH വാല്യൂ എത്ര? 6.6, 6.6 ആണ്. ഉമിനീര് 6.6 ആണ്. 6.6. ശുദ്ധജലം 7. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടം വരെ ഇപ്പോൾ ആസിഡിക് സബ്സ്റ്റൻസ് അങ്ങ് കഴിഞ്ഞു. ഒന്നുകൂടെ പറയട്ടെ ഞാൻ. ആമാശയത്തിൻ്റെ ആശയകറ്റിടാൻ എന്ത് ചെയ്യൂടാ? ആമാശയത്തിൻ്റെ ആശയകരം ഭക്ഷണം കഴിക്കണ്ടേ? നല്ലോണം ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്താണ്? മെനു ചട്ടൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം തിരഞ്ഞെടുത്ത് കഴിക്കണമെങ്കിൽ കയ്യിൽ എന്ത് വേണം മക്കളെ? കാശ് വേണ്ടേ? അപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടത്തോടെ കഴിക്കണമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടപ്പെട്ട ജോലി നേടണ്ടേ മക്കളെ? വേണമല്ലോ. അപ്പോൾ ഇന്ന് ഇച്ചിരി കഷ്ടപ്പെടാൻ തയ്യാറാകുക, ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതം അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന. യെസ്, ഓക്കെ. ആമാശയം 1.6, 1.8, നാരങ്ങ വെള്ളം 2.4, 2.4, കോള 2.5, വിനാഗിരി 2.9, മുന്തിരി 3 മുതൽ 3.2 വരെ, അമ്ലമഴ 5.5, തക്കാളി 4.2, 4.4, ബിയർ 4.5, കാപ്പി 5, ചായ 5.5, പാല് 6.5, മഴ 5.7, മൂത്രം 6. ഓക്കെ, ശുദ്ധജലം 7. അടുത്തിനി ബേസിക് ക്യാരക്ടറിലോട്ട് വന്നു അല്ലേ? അപ്പോൾ രക്തത്തിൻ്റെ pH വാല്യൂ എത്രയാ? 7.4 ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ? ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം അല്ലേ? ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി അല്ലേടാ? യെസ്. അപ്പോൾ രക്തം 7.4. അപ്പോൾ അതൊക്കെ രക്തമൊക്കെ വേറൊരു ടോപ്പിക്കായിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, കടൽ ജലം 7.5 to 8.4 ആണ്. സാധാരണയായിട്ട് PSC തന്നു കണ്ടിട്ടുള്ള 2 ഓപ്ഷൻ, ഒന്ന് 7.9 എന്നുള്ള ഓപ്ഷൻ കണ്ടിട്ടുണ്ട്, 8 എന്നുള്ള ഓപ്ഷനും കണ്ടിട്ടുണ്ട്. ഇതൊരു റേഞ്ചാണ് പറഞ്ഞേക്കുന്നത്. 7.5 to ഏതാണ്? 8.4 ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു സമുദ്രത്തിൻ്റെ ആ ഒരു പ്രത്യേകതയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ കടൽ ജലത്തിൽ അതിൻ്റെ ആ ഒരു നാച്ചുറൽ വ്യത്യാസം വരും. കടൽ ജലം 7.5, 8.4. ബേക്കിംഗ് സോഡ 8, ബേക്കിംഗ് സോഡ എത്രയാണ്? 8 ആണ്. ചുണ്ണാമ്പ് വെള്ളം 10.5, ചുണ്ണാമ്പ് വെള്ളം 10.5. കാസ്റ്റിക് സോഡ 12. കാസ്റ്റിക് സോഡയുടെ pH വാല്യൂ എത്രയാണ്? 12 ആണ്. ഒന്നുകൂടെ പറയട്ടെ. രക്തത്തിന്റെ pH വാല്യൂ എത്രയാണ്? 7.4. കടൽ ജലം 7.5, 8.4. ബേക്കിംഗ് സോഡ 8. ചുണ്ണാമ്പ് വെള്ളം 10.5. കാസ്റ്റിക് സോഡ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസ്റ്റിക് സോഡ എത്രയാണ്? 12. കാസ്റ്റിക് സോഡ 12. ഒന്നുകൂടെ പറയട്ടെ കുഞ്ഞുങ്ങളെ, ആവേശത്തോടെ ആണോ ഇരിക്കുന്നത്? പഠിക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ നിങ്ങൾ? യെസ്, ഓക്കെ. ആമാശയം 1.6, 1.8, നാരങ്ങ വെള്ളം 2.4, ദെൻ കോള 2.5, വിനാഗിരി 2.9, മുന്തിരി കൂടെ പഠിച്ചു പോവാ മക്കളെ. മുന്തിരി 3.2, അമ്ലമഴ 4, 5.5, തക്കാളി 4.2, 4.4, ബിയർ 4.5, കാപ്പി 5. ചായ 5.5, മഴ 5.7, മൂത്രം 6, പാൽ 6.5, ഉമിനീർ 6.6, ദെൻ ശുദ്ധജലം pH വാല്യൂ 7, രക്തം 7.4, കടജലം 7.5 മുതൽ 8.4 വരെ, ബേക്കിംഗ് സോഡ 8, ചുണ്ണാമ്പ് വെള്ളം 10.5, കാസ്റ്റിക് സോഡ 12. ഓൾമോസ്റ്റ് നമ്മൾ അത്യാവശ്യം പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന കുറച്ച് pH വാല്യൂസ് ആണ് ഇവിടെ കൊണ്ടുവന്നത്. ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് ഇത്. ജസ്റ്റ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നു? ഓർമ്മിപ്പിക്കുന്നു, റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നു. ഇന്ന മേഖലകൾ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെയുള്ള മാക്സിമം ഫാക്ട്സ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? കളക്ട് ചെയ്ത് പോവുക. എന്താ ഒരു പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക? ബുക്കിലൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. നമുക്കറിയാമെന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും അത് എഴുതിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവും. കുറച്ച് മാസമേ ഉള്ളൂ സർക്കാർ ജോലിയും നിങ്ങളും തമ്മിലുള്ള അകലം. അപ്പം അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മക്കളെ. ഓക്കെ, ബൈ.